ഓട്ടോറിക്ഷ ഡിപ്പെൻഡ് ചെയ്തുള്ള വ്ളോഗ് വീഡിയോയും ഷോർട്സ് വീഡിയോ ഇടുന്നത് ഒരു മടുപ്പ് ഫീൽ ആവുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു വല്ലാത്തൊരു മടുപ്പ് അന്തരീക്ഷത്തിൽ നിന്നാണ് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി വെച്ചത്. ഇപ്പോൾ ഭയങ്കര വീഡിയോസിൻ്റെ കൂടെ തന്നെ ഫാമിലി വീഡിയോസും കൂടെ മിക്സ് ചെയ്ത് കയറ്റുന്ന കാര്യം പറയുന്നുണ്ട്. അത് നോക്കാം, നമുക്ക് ആലോചിക്കാവുന്നതാണത്. നമുക്ക് വീഡിയോയിലൊക്കെ ഇങ്ങനെ ലൈവായിട്ട് സംസാരിക്കുന്നതൊക്കെ തന്നെ ആദ്യമായിട്ടാണ്. എന്തായാലും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഉറക്കത്തിൻ്റെ ആയിട്ടുള്ളൊരു ക്ഷീണമാണ്. എനിക്കിന്ന് നൈറ്റ് വർക്കായിരുന്നു കഴിഞ്ഞ്. ഇപ്പോൾ ഓട്ടയായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഓട്ടത്തിന് പോകുന്നില്ല, ഒട്ടും വയ്യ. പക്ഷേ തല ഭയങ്കര വേദന, തൊണ്ട കത്തിയിരിക്കുവാണ്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം കണ്ടൻറ്റ് നോക്കിയിട്ട് കണ്ടൻറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്ത് കണ്ടൻറ്റ് ചെയ്യണം? അപ്പോൾ ഞാൻ ഓർത്ത് അന്നൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളെ തന്നെ ചോദിക്കാം. നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ അത് സഹായമാവും. എങ്ങനത്തെ ഏത് ഓട്ടോറിക്ഷ ആണെങ്കിൽ ഏത് ഓട്ടോറിക്ഷേൻ്റെ വിശേഷമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലെ ഓട്ടോറിക്ഷ ഡിപ്പെൻഡ് ആയ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് സഹായമാവും. ഞാൻ അതനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്ത് പോകാം. ഇപ്പം ഞാനിപ്പോൾ തുടരെ വീഡിയോസൊക്കെ ഇപ്പോൾ ചെയ്ത് വരാൻ നോക്കുന്നുണ്ട് മാക്സിമം. അപ്പം ഷോർട്സ് വീഡിയോ മാത്രമല്ല, വ്ളോഗിലോട്ടും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇപ്പോൾ നിലവിൽ അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ചാനൽ ഇതേപോലൊരു ചാനൽ, അതായത് ഇങ്ങനത്തെ കാറ്റഗറി ഓട്ടോറിക്ഷ ഡ്രൈവർ മേഖല കാറ്റഗറി, ഇപ്പം എന്നെ പോലെ ഞാൻ മാത്രമല്ല വേറെയുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ഇന്നലെയും കൂടെ ഒരാളെ കണ്ടതേ ഉള്ളൂ, നമ്മുടെ ബീച്ചിൽ വെച്ച് ഓട്ടോറിക്ഷ മാത്രം ചെയ്യുന്നത്. നമുക്ക് സന്തോഷമുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് ആൾക്കാർ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഓട്ടോറിക്ഷ ഡിപ്പെൻഡ് ചെയ്തുള്ള വ്ളോഗ് വീഡിയോയും ഷോർട്സ് വീഡിയോ ഇടുന്നത് ഒരു മടുപ്പ് ഫീൽ ആവുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിപ്പം നിങ്ങളെങ്ങനെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉണ്ട്, ഈ ഓട്ടോറിക്ഷ വീഡിയോസിൻ്റെ കൂടെ തന്നെ ഫാമിലി വീഡിയോസും കൂടെ മിക്സ് ചെയ്ത് കയറ്റുന്ന കാര്യം പറയുന്നുണ്ട്. അത് നോക്കാം, നമുക്ക് ആലോചിക്കാവുന്നതാണത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അതും നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുമോ ഫാമിലി വീഡിയോസ് ഇതിനകത്ത് കയറ്റണമെങ്കിൽ, നമ്മുടെ ഈ ചാനലിൽ ഫാമിലി വീഡിയോസ്, എൻ്റെ ഫാമിലി വീഡിയോസ് കേട്ടണമെങ്കിൽ ഞാൻ ഇതിനകത്ത് ചെയ്യണമെങ്കിൽ കേട്ടതിനകത്ത്. അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, അല്ലാതെ ഞാനായിട്ട് ഇതിനകത്ത് ഫാമിലി വീഡിയോസ് വലിച്ച് കേട്ടത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇത് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്ന കൂടുതലും ഓട്ടോറിക്ഷക്കാർ, ഡ്രൈവർ മേഖല, അങ്ങനെയൊക്കെ ഒരു ഡിപ്പെൻഡ് ചെയ്തുള്ളൊരു വീഡിയോ ആയിട്ടാണ് ചാനലായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫാമിലി വീഡിയോസ്, ഇപ്പം വീട്ടുകാരെ പരിചയപ്പെടുത്തിയുള്ള എൻ്റെ വീട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണെങ്കിൽ ഒരുപാട് എനിക്ക് കണ്ടൻറ്റ് ഒരുപാട് കിട്ടും. നിങ്ങൾ എന്താണ് പറയുന്നത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നത് എന്താണോ അതനുസരിച്ച് ചെയ്യാൻ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ നോക്കാം. വീഡിയോസിൻ്റെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഷോർട്സ് വീഡിയോസ്, ഇപ്പോൾ ഞാൻ പോകുന്ന ജോലി സംബന്ധമായിട്ടുള്ള ഷോർട്സ് വീഡിയോസൊക്കെ ഇടുമ്പം എനിക്ക് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ച് ഗാലറി കിടന്നിട്ട് എനിക്ക് ഫ്രീ ടൈമിലാകുമ്പോൾ എഡിറ്റ് ചെയ്ത് മാറ്റിയാൽ മതി. ഇപ്പോൾ ഓട്ടത്തിന് പോകുന്ന വെയിറ്റിംഗ് കിടക്കുമ്പോൾ എഡിറ്റ് ചെയ്ത് മാറ്റിയ വോയിസ് കയറ്റി ചെയ്ത് മാറണം. പക്ഷേ വ്ളോഗ് വീഡിയോ ആണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സമയം വേണം. ഇപ്പോൾ നമ്മൾ പോകുന്ന പണി, ഇപ്പം ഞാൻ ബാങ്ക് ഷിഫ്റ്റിങ്ങിന് പോകുന്നു, അതുപോലെ വേറെയുള്ള ജോലിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ആ കാറ്റഗറിയിലുള്ള വീഡിയോസ് ഞാൻ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പണിയും യൂട്യൂബ് ചാനലും ഇതെല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ല. ഞാൻ നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു വല്ലാത്തൊരു മടുപ്പ് അന്തരീക്ഷത്തിൽ നിന്നാണ് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി വെച്ചത്. ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഇപ്പം യൂട്യൂബ് ചാനലിലോട്ട് ഞാനായിട്ടിപ്പോൾ ഇറങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ ഓൺ വോയിസ് വീഡിയോസൊക്കെ ആയിട്ടൊക്കെ ഞാൻ വരുന്നത്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഞാൻ ഈ ഓൺ വോയിസിലൊന്നും അങ്ങനെ അധികം സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ്. പക്ഷേ യൂട്യൂബ് വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ ആൾക്കാരായിട്ടൊക്കെ അതായത് വീഡിയോയിലൊക്കെ, നേരിട്ട് എല്ലാവരുമായിട്ടും നല്ല സോഷ്യലൊക്കെയാണ്, വീഡിയോയിലൊക്കെ ഇങ്ങനെ ലൈവായിട്ട് സംസാരിക്കുന്നതൊക്കെ തന്നെ ആദ്യമായിട്ടാണ്. എന്തായാലും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോസ് വലിച്ചു നീട്ടി പോകുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുവാണെങ്കിൽ എനിക്കത് കുറച്ച് സഹായമാവും. എന്തായാലും നമുക്ക് അടുത്ത വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. പോട്ടെ, ടാറ്റാ.